ബഹുമാനിയായ നിരവധിയായ കർഷക നേതാക്കളുണ്ട്. എല്ലാവരുടെയും പേരുകൾ ഞങ്ങൾ എടുത്തു പറയുന്നില്ല. കെ വി ബിജുവും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് വിനോയ് തോമസും സണ്ണി പൈകിടയും ഉൾപ്പെടുന്ന ഒരു ദീർഘമായ യാത്രയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ സമീപ ജില്ലയായിട്ടുള്ള കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തുടർന്നു വന്നുകൊണ്ടിരിക്കുന്ന സത്യാഗ്രഹത്തിൻ്റെ സന്ദേശം ജനങ്ങളുടെ മുമ്പിലേക്ക്, ഒരു പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രയാണം ആരംഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. കർഷക സ്വരാജ്യ സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജസ്റ്റിസ് ഫാർമേഴ്സ് മൂവ്മെന്റ് വളരെ മുൻപ് തന്നെ കഴിഞ്ഞ മാസം ഈ ഇടുക്കിയിൽ വെച്ച് ഒരു ദേശീയ കർഷക സെമിനാർ ഇവിടെ സംഘടിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട പേരാവൂർ എം.എൽ.എ. ശ്രീ സണ്ണി ജോസഫ് അവർ ഉദ്ഘാടനം ചെയ്യുകയും ദേശീയ കർഷക നേതാക്കൾ രാജസ്ഥാനിലും ഹരിയാനയിലും പഞ്ചാബിലുമൊക്കെയുള്ള, കർണാടകയിലുമൊക്കെയുള്ള ദേശീയ കർഷക നേതാക്കൾ അണിനിരന്ന വളരെ ഗൗരവമായ ചർച്ചകൾ നടത്തിക്കൊണ്ട് ഒരു സെമിനാർ ഈ മലയോര മേഖലകളെ സ്ഥിരാകേന്ദ്രമായ ഈ ഇടുക്കിയിൽ വെച്ച് സംഘടിപ്പിക്കുകയുണ്ടായിരുന്നു. അന്ന് കർഷക സ്വരാജ്യ സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യമായിട്ടാണ് ജസ്റ്റിസ് ഫാർമേഴ്സ് മൂവ്മെന്റ് ഞങ്ങൾ ആ ഐക്യദാർഢ്യ സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചതെങ്കിൽ ഇന്ന് കേരളത്തിൽ അതുപോലുമുള്ള പൊതുസമൂഹത്തെ ഈ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കർഷക നേതാക്കൾ ഈ യാത്ര നടത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഏവർക്കും ഇതിനകം തന്നെ മനസ്സിലായിട്ടുണ്ടാവും. കർഷകരുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉൽപ്പാദനങ്ങൾക്ക് കിട്ടുന്ന ന്യായമായ വില കിട്ടുന്നതിന് വേണ്ടിയും വന്യമൃഗ ശല്യങ്ങൾ തടയുന്നതിന് വേണ്ടിയും അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് കർഷകർ ഉയർത്തുന്നതെങ്കിൽ പോലും നമ്മുടെ പൊതുസമൂഹം ഇപ്പോഴും കർഷകരുടെ പ്രശ്നങ്ങൾ ആ അർത്ഥത്തിൽ, കാർഷിക സമരങ്ങൾ ആ അർത്ഥത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. കക്ഷി രാഷ്ട്രീയത്തിന്റെ പക്ഷത്തു നിന്നുകൊണ്ട് മാത്രം കർഷകരെ നോക്കിക്കാണാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കക്ഷി രാഷ്ട്രീയത്തിനും അപ്പുറത്തായി കർഷകരുടെ ജീവൽ പ്രശ്നങ്ങൾ ഈ രാജ്യത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാൻ വേണ്ടി സാധിക്കുന്നുവെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മുടെ പൂർവികർ പ്രവർത്തിച്ചതുമായ പ്രസ്ഥാനങ്ങളുടെ പേരുകളിൽ മാത്രം നടക്കുന്ന കാർഷിക സമരങ്ങളിൽ മാത്രമേ ഞങ്ങൾ പങ്കെടുക്കുകയുള്ളൂ എന്നുള്ള ആ ബോധ്യമാണ് നമ്മൾ കൊണ്ടു നടക്കുന്നതെങ്കിൽ ഈ ഇരുട്ടിയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കാലഘട്ടത്തിൽ വയനാട് എന്ന് പറയുന്ന ജില്ലയിൽ വന്യമൃഗങ്ങളുടെ ശല്യം മൂലം, പ്രത്യേകിച്ച് കാട്ടാനയുടെ ആക്രമണത്താൽ കർഷകർ കൊല ചെയ്യപ്പെടുന്നു, മനുഷ്യർ കൊല ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി പോലെയുള്ള പ്രദേശങ്ങളിലെ ആളുകൾക്ക് അത് അത്ര വലിയ പ്രശ്നമുള്ള കാര്യമായിരുന്നില്ല. കാരണം വയനാട്ടിൽ നടക്കുന്ന സംഭവമായിരുന്നു. എന്നാൽ ഈ ഇരിട്ടിയിൽ നിന്ന് അതിവിദൂരമല്ലാത്ത പ്രദേശമായ ആറളം ആദിവാസി സെറ്റിൽമെന്റ് മേഖലയിൽ അതേ കാട്ടാനകൾ അവിടുത്തെ മനുഷ്യരെ കൊലപ്പെടുത്താൻ വേണ്ടി തുടങ്ങിയപ്പോൾ ഇരിട്ടി നഗരവാസികൾ പറഞ്ഞു, അത് ആറളത്തെ കർഷകരുടെ പ്രശ്നങ്ങളാണ്, ആറളത്തെ ആദിവാസികളുടെ പ്രശ്നങ്ങളാണ്, അത് ഇരിട്ടിയിലെ ഉളിക്കലിലെയോ ആളുകളുടെ പ്രശ്നങ്ങളല്ല എന്നാണ് പറഞ്ഞതെങ്കിൽ അധികം താമസിക്കേണ്ടി വന്നില്ല. ഉളിക്കലിൽ
വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ പോയ ഒരു കർഷകനായിരിക്കുന്ന ജോസിനെ കാമ ചവിട്ടിക്കൊണ്ട്